വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. കേരളം വിധി എഴുതിയിരിക്കുന്നു. നമ്മളോടിപ്പോൾ കൂടെ ചേരുന്നത് മാനന്തവാടി NDA സ്ഥാനാർത്ഥി പി ശ്യാംരാജാണ്. ശ്യാമേട്ട, ഇപ്പോൾ ജനം വിധി എഴുതി കഴിഞ്ഞു. മാനന്തവാടി മണ്ഡലത്തിൽ എന്താണ് NDAയുടെ ഈ വോട്ടെടുപ്പിന് ശേഷമുള്ള പ്രതീക്ഷകൾ? കൂടുതൽ വോട്ട് ശതമാനം ഉയർത്താനാണോ ജയം ഉറപ്പിച്ചോ? അല്ല, ഞാൻ BJP എല്ലാ സീറ്റുകളിലും ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. ഇവിടെ മാനന്തവാടിയിൽ സത്യത്തിൽ വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ ആളുകളും പൊതുജനങ്ങളും പറയുന്നുണ്ട്. എവിടെയൊക്കെ ഓരോ മുക്കിലും മൂലയിലും BJPക്ക് എത്തിച്ചേരാനും വലിയ ഒരു പ്രചരണത്തിലേക്ക് മുന്നേറാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ, അമ്മമാർ, ട്രൈബൽ ഏരിയസിൽ നമ്മുടെ ആളുകൾ എല്ലാവരും വലിയ രീതിയിൽ, ഒരുപക്ഷെ ഇനി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല, ആ രീതിയിൽ BJPയെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ വോട്ടെടുപ്പിന്റെ സമയത്ത് BJPക്ക് വേണ്ടി, അതായത് താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു പോളിംഗ് ഓഫീസർ അഭ്യർത്ഥിച്ചതായി വലിയ പരാതി ഉയർന്നു. അതിനുശേഷം പോളിംഗ് ഓഫീസറെ മാറ്റുകയും ഒക്കെ ചെയ്തു, നടപടിയെടുക്കുകയും ചെയ്തു. എന്താണ് BJPക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? മാനന്തവാടി സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയുന്നത്? ഒരു മര്യാദ വേണം. കാരണം വളരെ സൗഹാർദ്ദപൂർണ്ണമായിട്ട് പോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇവിടെ. എല്ലാവരും നല്ല രീതിയിൽ, എല്ലാ പാർട്ടികളും നല്ല രീതിയിൽ ഒക്കെ പോയിരുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിലാണ് ഒരു കല്ലുകടി എന്നുള്ള പോലെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വ്യാജമായിട്ടുള്ള ആരോപണം കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ അധ്യാപികയെ വിളിച്ചിരുന്നു, പോളിംഗ് ഓഫീസറാണ്, അധ്യാപികയെ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്കൊരു നടപടി എടുത്തിട്ടില്ല. സബ് കളക്ടറുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിച്ചത് ഇതൊക്കെ ഒരു പരാതിയാണോ എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർ പരാജയ ഭീതിയിലാണോ, BJPയുടെ ഒരു മുന്നേറ്റത്തിൽ വിളറി പൂണ്ടിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ഇനിയും വിളറി പൂണ്ടേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. 4 വോട്ടർമാർ ഇങ്ങനെ പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. പച്ചക്കള്ളം, അതാണ് പച്ചക്കള്ളം. അവിടെ സംഭവിച്ചിട്ടുള്ളത് ചെറുകാട്ടൂർ ബൂത്ത്, പനമരത്തെ ചെറുകാട്ടൂർ ബൂത്ത്, അവിടെ ഒരു വോട്ടർ വരുന്നു, ഒരു വോട്ടർ വന്നിട്ട് അകത്തോട്ട് കയറുന്നു. അപ്പോൾ ഈ നമ്മുടെ EVM-ന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ധാരണയില്ല, അറിയില്ല, മറന്നുപോയത് എന്തായാലും അറിയില്ല. അപ്പോൾ ഈ തൊട്ടടുത്തിരിക്കുന്ന പോളിംഗ് ഓഫീസറായിട്ടുള്ള ഈ ടീച്ചറോട് ചോദിക്കുന്നു, എനിക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പോളിംഗ് ഓഫീസർ അവർ ഇരിക്കുന്ന സീറ്റിൽ തന്നെ ഇരുന്നിട്ട് ഡമ്മി ബാലറ്റ് എടുത്തിട്ട് കാണിക്കുകയാണ്. ഇവിടെ ഇടതുവശത്ത് പേരുണ്ടാവും, വലതുവശത്ത് ചിഹ്നവും ബട്ടൺ ഉണ്ടാവും, അതിലമർത്തണം എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അതായത് ഇവിടെ ഇടതുവശത്ത് പേരുണ്ട്, വലതുവശത്ത് ചിഹ്നവും ബട്ടണും ഉണ്ട്, അതിലമർത്തണം എന്ന് പറഞ്ഞിടത്താണ് എനിക്ക് തോന്നുന്നത് അതിലാണെന്ത് BJPക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് പറഞ്ഞത്. 2 കള്ളങ്ങളാണ്. ഒന്ന്, 4 പേരില്ല, 4 പേരോട് പറഞ്ഞിട്ടില്ല, ഒരാളോടാണ് പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞതും ഡമ്മി ബാലറ്റിൽ എൻ്റെയോ ഇവിടുത്തെ LDFൻ്റെയോ UDFൻ്റെയോ സ്ഥാനാർത്ഥികളുടെ പേരോ ചിഹ്നവുമില്ലാത്ത ഡമ്മി ബാലറ്റ് വെച്ചിട്ട് ഇതുപോലെയാണ് പ്രസ് ചെയ്യേണ്ടത് എന്ന് ഒരാളോട് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിപ്പോൾ 4 ആക്കിയിരിക്കുന്നു, BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ എനിക്ക് വളരെ രസകരമായിട്ടും വളരെ പരിതാപകരമായിട്ടും തോന്നിയൊരു കാര്യം, ആ പോളിംഗ് ഓഫീസറുടെ വസ്ത്രം അത് ഓറഞ്ച് കളറായതുകൊണ്ട് അവർ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ ചോപ്പിട്ടിട്ടാണ് പോയത്. അപ്പം ഞാൻ BJPയുടെ സ്ഥാനാർത്ഥി ചോപ്പിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇവരെന്താ പറയുക? അപ്പം വസ്ത്രത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയൊക്കെ അടിസ്ഥാനപരമായിട്ട് രഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വളരെ കഷ്ടമെന്ന് മാത്രമേ ഉള്ളൂ. CCTV പരിശോധിക്കട്ടെ. CCTV ഇത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പോലെ ഉണ്ടയില്ല അവിടെ മാനന്തവാടിനെ പൊട്ടിച്ചതാണ് ഇവർ. ആ പൊട്ടിച്ചതിൻ്റെ കാരണം പരാജയ ഭീതി തന്നെയാണ്. CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ, അപ്പോൾ മനസ്സിലാവുമല്ലോ. പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹം എന്താ പറയുന്നത് പരിശോധിക്കട്ടെ. സബ് കളക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം ചോദിക്കുന്നത് ഇതൊരു പരാതിയാണോ എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളുമായിട്ട് ഇത് കേരളത്തിൽ ഇപ്പോൾ മാനന്തവാടി മാത്രമല്ല, തൃശ്ശൂരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളുമായിട്ട് ഈ രാഹുൽ ഗാന്ധിനെ പോലെ ഉണ്ടയില്ല വടിയുമായിട്ട് വരാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം മാനന്തവാടിയിൽ കുറേയും കൂടെ സൗഹൃദപരമായിട്ട് ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അതിനെ മോശമാക്കുന്ന രീതിയിലാണ് ആ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളത്. ഇപ്പം എന്തായാലും വലിയ ആക്ഷേപം തന്നെ ഉയർന്നിട്ടുണ്ട്. ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു പരാതിയുമായി BJP മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒന്ന് പരാതി എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളൊരു ആക്ഷൻ എന്തായാലും ചെയ്യുന്നുണ്ട്. കാരണം അവർക്കെതിരെ നടപടി എടുക്കാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾ ഇതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അവരുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് പരിപൂർണ്ണമായിട്ടുള്ള പിന്തുണ BJP കൊടുക്കും. കാരണം അവരുടേതല്ലാത്തൊരു കാരണത്താൽ BJPയോടൊപ്പം നിന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നൊരു ഓഫീസറാണ് അവർ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം ഞങ്ങളുടെ പേരും കൂടെ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അവർക്ക് കൊടുക്കും. കാരണം BJPക്ക് വേണ്ടിയിട്ടല്ല അവർ നിന്നിട്ടുള്ളത്. ഇത് പരാതി കൊടുക്കട്ടെ, ഇത് തെളിവുകൾ വരട്ടെ. CCTV ഉണ്ടല്ലോ. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നുണപ്രചരണം നടത്തിയിട്ടുള്ളത്? അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരെയും BJPയുടെ പേരിൽ ഒരു ഉദ്യോഗസ്ഥരെയും അനാവശ്യമായിട്ട് ഹരാസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. ഏതൊരു ഉദ്യോഗസ്ഥരാണെങ്കിലും ആ രീതി ശരിയല്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും നടപടികളും BJPയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ശ്രുതി. അപ്പോൾ ഈ ശ്രുതി
ശ്രുതിക്ക് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സംഘടനകളടക്കം രംഗത്ത് വന്നിരുന്നു. എന്നാൽ സ്വകാര്യ സംഘടനകൾക്ക് ആ വീട് നൽകാനായില്ല. അതിനെ തുടർന്ന് ശ്രുതി ആദ്യഘട്ടത്തിൽ സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഈ സ്വകാര്യ സംഘടന വീട് മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് ഈ സ്വകാര്യ സംഘടന വീട് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ശ്രുതി സർക്കാരിനോട് അപേക്ഷിച്ചു, ഞാൻ ആ 15 ലക്ഷം രൂപ മടക്കി നൽകാം, സർക്കാർ ടൗൺഷിപ്പിൽ ഒരു വീട് വേണമെന്നുള്ള ഒരു അപേക്ഷയായി മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് അത് കളക്ടർ മുഖേന കളക്ടറിന്റെ ഒരു ശുപാർശയോടെ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തി. പക്ഷേ മന്ത്രിസഭാ യോഗം ആ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ CPIM ജില്ലാ സെക്രട്ടറി, വയനാട് CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നത് സിദ്ദിഖ് വീട് നൽകാതെ ശ്രുതിയെ പറ്റിച്ചു എന്നുള്ളതാണ്. എന്താണ് ഇതിനോടൊക്കെ BJPയുടെ മറുപടി? ഈ കള്ളന്മാരുടെ കൊള്ളക്കാരുടെ രണ്ട് കൂട്ടങ്ങളും ചേർന്നിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം വഴിയാധാരമാക്കരുത്. ഒന്ന്, സിദ്ദീഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹം MLA ആയിരുന്ന ആളാണ്, അത് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ചെയ്തില്ല? രണ്ട്, ഇനി സിദ്ദീഖ് ചെയ്തില്ല എന്ന് തന്നെ വെക്കുക, സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് ഞാനും നിങ്ങളോടൊക്കെയുള്ള ആളുകൾ എത്ര പണം കൊടുത്തത്? എങ്ങനെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ട് കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു പെൺകുട്ടി, ഒറ്റയാൾ, ആ കുട്ടി മാത്രമേ ഉള്ളൂ, ആ കുട്ടിക്ക് വീട് കൊടുക്കില്ല എന്ന് എങ്ങനെ അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ രണ്ടുപേരും ചെയ്തിട്ടുള്ളത് ആ പെൺകുട്ടിയോടുള്ള ദ്രോഹമാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വീട് കൊടുക്കാമെന്ന് പറയുകയും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം നിൽക്കാമെന്ന് പറയുകയും മറുവശത്ത് ആ പെൺകുട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോൾ നോക്കൂ, മുഴുവൻ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള മുഴുവൻ വീടുകളുടെ അവസ്ഥ എന്താ? ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയല്ലോ. ഇപ്പോൾ അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട്? എത്ര പേർക്ക് താമസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്? എനിക്ക് LDFിനോടും UDFിനോടും പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങളുടെ പബ്ലിസിറ്റി സ്റ്റണ്ടിനുള്ള ഉപകരണമല്ല ശ്രുതിയും ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയും. ഇതിൽ മനുഷ്യത്വത്തിൻ്റെ കാര്യമാണ്. ഒരു ദുരിതത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യർ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതല്ലാതെ അവരുടെ എന്തോ വലിയ സർവീസോ അല്ലെങ്കിൽ മനസ്സിൻ്റെ എന്തോ അതൊന്നുമല്ല. അതെന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി MLA പരാജയപ്പെട്ടിട്ടുണ്ട്, സർക്കാരും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ രണ്ടു കൂട്ടരുടെയും, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണമായിട്ട് ആ പെൺകുട്ടി ഉപയോഗിച്ചു എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. അങ്ങനെ ഒരിക്കലും മനുഷ്യത്വമുള്ള ആളുകൾ ചെയ്യാനേ പാടില്ലാത്തതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെയൊക്കെ സംബന്ധിച്ച് SIR നടപ്പിലായതിന് പിന്നാലെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട്. അതിൽ BJPയുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നാണ് കരുതുന്നത്? BJPക്ക് ഒരു നിർണായക ശക്തിയാകാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? SIR നടത്തിയ ഇലക്ഷൻ കമ്മീഷനല്ലേ ഏറ്റവും പറയുന്നത്. ഈ SIR നടപ്പിലായതുകൊണ്ട് കുറേയൊക്കെ വോട്ടുകൾ പോയി, അപ്പോൾ കുറേ പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്തരത്തിലുള്ള കുറേ സമീപനങ്ങൾ ചിലർ പറയുന്നു. അതായത് UDF പറയുന്നു ഈ തരംഗം സർക്കാർ വിരുദ്ധ തരംഗമാണ് ഈ ആഞ്ഞടിച്ചത്. എന്നാൽ അവർ പറയുന്നു ഇത് SIR നടപ്പിലായതുകൊണ്ടാണ് സർക്കാർ വിരുദ്ധ തരംഗമല്ല എന്നൊക്കെ. ശരിക്കും ഈ ഒരു ഉയർച്ച, അല്ലെങ്കിൽ ഈ ഒരു വോട്ട് ശതമാനത്തിലെ ഉയർച്ച BJPയുടെ വളർച്ചയാണോ ചൂണ്ടിക്കാട്ടിക്കുന്നതെന്നാണോ BJP? നോക്കൂ, SIR നടപ്പിലാക്കിയതിന് ശേഷം ബീഹാറിലും ഹരിയാനയിലൊക്കെ വലിയ തരംഗം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് കോൺഗ്രസ് എവിടെ ഉയർന്നു? അങ്ങ് താഴോട്ട് പോലെ ചെയ്തിട്ടുള്ളത്. എത്ര MLAമാർ അവർക്ക് വിജയിപ്പിക്കാൻ വേണ്ടി പറ്റി? ബീഹാറിൽ കുറേയല്ല ചെയ്തിട്ടുള്ളത്, ഹരിയാനയിൽ അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവകാശവാദം അവർ ഉന്നയിച്ചോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. 4-ാം തീയതി വരെ ആർക്കും അവകാശവാദം ഉന്നയിക്കാം. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സംഭവിച്ചിട്ടുള്ളത്, ജനങ്ങൾ LDF UDF എന്നതിനപ്പുറത്തേക്ക് ഒരു തേർഡ് ഓപ്ഷനായിട്ട് BJPയെ NDA അംഗീകരിച്ചു എന്നുള്ളതാണ്. വോട്ട്, അതായത് ഒരു LDFിൻ്റെയും UDFിൻ്റെയും പരമ്പരാഗത വോട്ടുകൾക്കപ്പുറത്തേക്ക് പുതുതായിട്ട് വന്നു ചേർന്നിട്ടുള്ള വോട്ടുകൾ, അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടുകൾ, പോളിംഗ് ശതമാനം കൂടിയെങ്കിൽ ആ നിഷ്പക്ഷർ കൂടി വോട്ട് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ കേഡർ വോട്ടുകൾ എപ്പോഴും പോൾ ചെയ്യപ്പെടും. ആ കേഡർ വോട്ട് സ്വാഭാവികമായിട്ടും കൂടുതലുണ്ടായിരുന്ന LDFിനും UDFിനും ആയിരുന്നു. ഇത്തവണ നിഷ്പക്ഷർ കൂടി അടുത്തേക്ക് കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുള്ളത്. ആ വോട്ടിംഗ് ശതമാനം കൂടിയത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ടൊരു വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. കാരണം ചെറുപ്പക്കാർ, അത് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടാണ്. ഈ ജെൻസി ചെറുപ്പക്കാർ, ഇനി പ്രായഭേദമന്യേയുള്ള 90s 80s മില്ലേനിയം എല്ലാ യൂത്ത്, അമ്മമാർ ഒക്കെ BJPക്ക് അനുകൂലമായിട്ടൊരു നിലപാട് എടുത്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. BJPയുടെ കേഡർ സ്ട്രെങ്ത് തന്നെ പഴയതിനേക്കാൾ വലിയ രീതിയിൽ വളർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ വോട്ടിംഗ് ശതമാനം കൂടി എന്നുള്ളത് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും ഒരുക്കുക. അത് നമ്മൾ ഈ രാജ്യത്തൊട്ടാകെ ഉണ്ടായിട്ടുള്ള ഒരു കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പുതിയതായിട്ട് ചേരുന്ന ആളുകൾ BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികളോട് താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ആ വോട്ട് ശതമാനം കൂടിയിട്ടുള്ളത് ഒരു സംശയം വേണ്ട, അത് BJPക്ക് അനുകൂലമായിട്ട് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. കാരണം ഇപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വിചാരിക്കുക. BJPക്ക് അത്യാവശ്യം സീറ്റുകൾ നേടി ആർക്കൊപ്പം നിൽക്കും ആ ഒരു ഘട്ടത്തിൽ?
കാരണം ആരെങ്കിലും ഒരു മുന്നണി എന്തായാലും ഭരിക്കണമല്ലോ. അപ്പോൾ ആർക്കൊപ്പം ആയിരിക്കും ബി ജെ പി നിൽക്കുക എന്നുള്ളത് ആദ്യം ചോദിക്കും. പൊതുവേ ജനങ്ങൾ എന്തായാലും ചോദിക്കും, വേറെ ആർക്കൊപ്പം നിൽക്കും, ആർക്കൊപ്പം നിന്നാൽ അവിടെ ഒരു ഡീല്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇതിനെ പരാമർശിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് പറയപ്പെടാം. അപ്പോൾ അങ്ങനെ ഒരു തൂക്കുമന്ത്രിസഭയുണ്ടെങ്കിൽ ബി ജെ പി ആർക്കൊപ്പം നിൽക്കും? എന്ത് തോന്നുന്നു? ബി ജെ പി ജനങ്ങൾക്കൊപ്പം നിൽക്കും. ബി ജെ പി ജനങ്ങൾക്കൊപ്പം നിൽക്കും. ഈ നോക്കൂ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം LDFും UDFും ഒരുപോലെ നമ്മൾ കാണുന്ന ആൾ, അല്ലെങ്കിൽ ഒരുപോലെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇരു കൂട്ടരും കേരളത്തെ ഭരിച്ച് സത്യത്തിൽ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു കേരളം മുന്നോട്ട് പോകേണ്ട കേരളത്തിൻ്റെ പുരോഗതിയെ മുഴുവൻ തടഞ്ഞ് വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ വളക്കൂറുള്ള മണ്ണായിട്ടുണ്ടാക്കിയ ആളുകൾ ഇടതുപക്ഷം കോൺഗ്രസുമാണ്. ഒരു വശത്ത് ഇടതുപക്ഷം ഇവിടുത്തെ വികസനത്തെ മുഴുവൻ നശിപ്പിക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ പരിപോഷിപ്പിക്കുകയാണ്. അപ്പോൾ ഇരു മുന്നണികളോടും എക്കാലത്തും ഒരേപോലെ തുല്യമായിട്ടുള്ള അകലം പാലിക്കുകയാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത്. ഡീൽ ആരൊക്കെ തമ്മിലാണ്? ഇവിടെ നമ്മുടെ മഞ്ചേശ്വരത്തെ SDP-യുടെ സ്ഥാനാർത്ഥി മതേതരനാണെന്ന് പറഞ്ഞ ആരാ? ഇവിടുത്തെ LDFും UDFും ആണ്. അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പോലും മതേതര സംഘടനകളാണെന്ന് പറയുന്ന LDFും UDFും തമ്മിലാണ് യഥാർത്ഥ ഡീല്. അത് കേരളത്തിന് ഇതിനു മുമ്പ് നിയമത്തടക്കം നടത്തിയുള്ള ഡീൽ എന്താണെന്ന് അറിയാം. ഈവൻ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വാർഡുകളിൽ പോലും ഇവർ ഡീൽ നടത്തിയിട്ടുണ്ട് BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സംഭവിച്ചത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി ജനങ്ങൾ കൂടുതൽ BJP-യോടൊപ്പം നിന്നപ്പോൾ ഈ ഡീലുകൾ സാധിക്കുന്നില്ല. എത്ര നിയോജകമണ്ഡലത്തിൽ ഇവർക്ക് ഡീൽ നടത്താൻ പറ്റും? ഇവരുടെ ഡീലിനപ്പുറത്തേക്ക് BJP വളർന്നു. അപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ ആരോപണമാണിത്. ഡീലുള്ളത് LDFും UDFും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലാണ്. ആ ഡീലാണ് കേരളം കാണേണ്ടത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ 1-2 പോസ്റ്റുകളൊക്കെ ഉണ്ട്. കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സമുദായം ഒട്ടാകെ നിൽക്കണമെന്നൊക്കെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. ആ പറയുന്ന ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഡീലെന്ന് പറയുന്ന അവർ തമ്മിലാണ്. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടൊപ്പമാണ്. LDFിനോടും ഡീലില്ല, UDFിനോടും ഡീലില്ല. അത് 4-ാം തീയതി എന്തായാലും വോട്ടെണ്ണി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ അവിടെ ഒരു ഭരണം ഉണ്ടാവാതെ പോവില്ലേ? തൂക്കുമന്ത്രിസഭയാണെങ്കിൽ ആരായിരിക്കും ഭരിക്കുക? കാണാമല്ലോ. 4-ാം തീയതി നമുക്കറിയാമെന്ന്. കേരളം നമ്മൾ എത്ര ഇലക്ഷൻ കണ്ടിരിക്കുന്നു. എത്രയോ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കണ്ടിരുന്നു. BJP അല്ലേ? ആളുകൾ BJPയിലോട്ട് ഇനിയും വരാമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും അത്തരത്തിലുള്ളൊരു ടെൻഷനോ കൺഫ്യൂഷനോ നമുക്കില്ല. എന്നാലും നമുക്ക് 4-ാം തീയതിക്ക് ശേഷം കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രതീക്ഷ കിട്ടും കുറവില്ല. മാനന്തവാടി മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ BJPയുടെ വലിയൊരു മുന്നേറ്റം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. വലിയൊരു മുന്നേറ്റം തന്നെ BJPക്ക് കാണാം. അല്ലെങ്കിൽ BJPയിൽ ഉണ്ടാകും. മന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാകുകയാണെങ്കിൽ പോലും BJP ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളതാണ് മാനന്തവാടി NDA സ്ഥാനാർത്ഥി P. ശ്യാംരാജ് 24-നോട് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.